അല്ല, എന്ന് മുതലാണ് ബോംബ് ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സർക്കാരോ പോലീസോ ലൈസൻസ് കുട്ടികൾക്ക് കൊടുത്തത്? അതെ, പെട്രോൾ ബോംബ്. പെട്രോൾ ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത് അതിന്റെ എഫക്റ്റിൽ റീൽസുകൾ ചിത്രീകരിച്ചുകൊണ്ട് റീച്ച് ആവുന്ന വീഡിയോകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ. ഒന്നല്ല, ഒരുപാടുണ്ട് കേട്ടോ, ഒരു സംഭവമല്ല. ഇത് ഒരെണ്ണം ചെയ്തു, അത് ക്ലിക്കായി, അതിനുശേഷം കുറെ ആളുകൾ, അതായത് നമ്മൾ ചിന്തിക്കുന്നത് ഈ ബുദ്ധിയും വിവരവും ഉള്ള, അതായത് 10, 25, 30 വയസ്സുള്ള ആണുങ്ങളാണ് ചെയ്യുന്നത്. ഫ്ലവറല്ലടാ, എന്ന് പറഞ്ഞ ഫ്ലവർ അല്ലടാ. പുഷ്പ എന്ന് പറഞ്ഞ ഫ്ലവർ. നാളെ ഇത് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് 5ലും 6ലും 7ലും പഠിക്കുന്ന കുട്ടികൾ ചെയ്യില്ല എന്നാര് കണ്ടു? ഇത്തരത്തിലുള്ള ബോംബ് ബ്ലാസ്റ്റ്, അതായത് എക്സ്പ്ലോഷനാണ് നടക്കുന്നത്. പെട്രോളിന്റെ എഫക്ട് എത്രത്തോളമാണെന്ന് കുട്ടികൾക്ക് അറിയില്ല. അവർ നാളെ അനുകരിക്കില്ലേ? ഇത് നാളല്ല, ഇന്ന് അനുകരിക്കില്ലേ? ഇതിനാരാണ് ലൈസൻസ് കൊടുത്തത്? ഇത്രയും വീഡിയോ ഇറങ്ങിയിട്ട് ഇതിനെതിരെ കേരള പോലീസോ സർക്കാരോ ഒരു വാക്ക് പോലും വേണ്ടിയില്ലല്ലോ. ഇതല്ലേ ബോംബ് എന്ന് പറയുന്നത്? പെട്രോൾ ബോംബ് എന്ന് പറയുന്നത് ഇങ്ങനല്ലേ? കവറിലോ കുപ്പിയിലോ ആക്കി തീ കത്തിച്ച് എക്സ്പോസ് ചെയ്യിപ്പിക്കുക, അത് ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കുക, അതിന്റെ എഫക്ട് കൊണ്ട് അടുത്ത ആരെയിലോട്ട് കത്തിക്കരിഞ്ഞ് മരിക്കുക, അല്ലെ? ഇതല്ലേ ബോംബ്? ഇതിനെതിരെ എന്തുകൊണ്ട് കേരള സർക്കാർ പോലീസ് നടപടി എടുക്കുന്നില്ല? നിങ്ങൾ അങ്ങനെ മിണ്ടാതിരുന്നാൽ, കുട്ടികളല്ലേ ചെയ്തോട്ടെ, റീച്ചിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നാൽ, നാളെ 5ലും 6ലും 7ലും പഠിക്കുന്ന കുട്ടികൾ വീട്ടിൽ ഇരിക്കുന്ന ബൈക്ക് എടുത്ത് സാധനം ഊറ്റിയെടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, അവർ മരണപ്പെട്ടു പോയാൽ ആർക്കാണ് നഷ്ടം? നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, ഈ പറയുന്ന പോലെ ഒരു അപകടം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആക്ഷൻ എടുക്കുള്ളൂ, അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ സംസാരിക്കുള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് കാണുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കുട്ടികൾ നമ്മളില്ലാത്ത സമയത്ത് ഇതുപോലെ കൂട്ടുകാരെ കൂടിയിട്ട് ഈ റീൽസിൽ കണ്ട് വൈറലാവുന്നത് പോലെ, കയ്യടി കിട്ടുന്നത് പോലെ അവർ നാളെ ചെയ്താൽ അതിൽ കത്തി വെന്ത് മരിക്കില്ലേ? ആ ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ മക്കളെ ശ്രദ്ധിക്കുക. നമ്മൾ ശ്രദ്ധിച്ചാൽ പോലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മളില്ലെങ്കിൽ അവരിത് ചെയ്തു പോകും ചിലപ്പോഴൊക്കെ. പക്ഷേ ഇതിന് നടപടിയെടുക്കാൻ പറ്റുന്ന എന്തുണ്ട്? ആരുണ്ട്? കേരള ഗവൺമെന്റ് ഉണ്ട്, പോലീസ് ഉണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരണത്തിനെതിരെയും അതുപോലെ തന്നെ ഇനി ഇത് ഉണ്ടാവാതിരിക്കാനും ഒക്കെ ആയിട്ട് നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. കേരള പോലീസിന് ഒരു പ്രസ് മീറ്റ്, അവരുടെ പേജിൽ തന്നെ ഒരു പോസ്റ്റ് ആണെന്നേ ഉള്ളൂ. ഇത്തരത്തിൽ കാര്യങ്ങൾ, ഈ ബോംബ് ബ്ലാസ്റ്റ് നിങ്ങൾ ചെയ്യരുത്, പെട്രോൾ ബോംബ് ഉണ്ടാക്കരുത്, അത് പൊട്ടിക്കരുത്, അത് അപകടമാണെന്ന് ഒരു അവയർനെസ് എങ്കിലും കൊടുക്കാമല്ലോ. ഇന്ന് നിങ്ങൾ ചെയ്യാതിരുന്നാൽ നാളെ ഇത് ഇപ്പൊ തന്നെ ട്രെൻഡായി മാറി നിരവധി ആളുകൾ ഇത് ചെയ്യുകയും ഇത് കണ്ട് കുട്ടികളും അനുകരിച്ചുകൊണ്ട് അവർ വലിയ വലിയ അപകടങ്ങളിൽ പെടും. അപ്പൊ തീർച്ചയായിട്ടും ഈ പോസ്റ്റ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് നമ്മളെ കുട്ടികളോട് നമ്മൾ അഡ്വൈസ് ചെയ്യുക. ഈ പെട്രോൾ ബോംബ് ഉണ്ടാക്കുന്നതിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇതൊന്നും കണ്ട് അനുകരിക്കാതിരിക്കാൻ പറയുക. ഒപ്പം തന്നെ കേരള സർക്കാർ നിയമ നടപടി സ്വീകരിക്കുക ഇത്തരം ആളുകൾക്കെതിരെ, ഇത് ചെയ്ത ആളുകൾക്കെതിരെ. അതുപോലെ തന്നെ ഇനി ഉണ്ടാവാതിരിക്കാനും ഒരു വാർണിംഗ് എങ്കിലും കൊടുക്കുക. അപ്പോൾ അവർ ചെയ്തു, അവർക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അവർക്കൊരു വാർണിംഗ് കൊടുത്ത് ഇനി മേൽ ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്ത് നാടിനെ സുരക്ഷിതമാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപകടം, ഒരു ആപത്ത് വന്ന് നമ്മളുടെ മക്കൾ, നമ്മളുടെ കുട്ടികൾ, നമ്മളൊക്കെ മരിക്കുന്നതിന് മുമ്പ് ഒരു അവയർനെസ് കൊടുത്ത് ആ മരണത്തെയും ആ അപകടത്തെയും തടയുന്നതല്ലേ ഏറ്റവും നല്ലത്. മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. നന്ദി.